നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ പറയുന്നത് വേഴമാറ്റം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ഈ ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. വേഴമാറ്റം നടക്കുന്നത് കൊല്ലവർഷം 1201 ആണ്ട് തുലാമാസം 1, ഇംഗ്ലീഷ് വർഷം 2025 ഒക്ടോബർ 18 ശനിയാഴ്ച. വേഴം അതിൻ്റെ ഉച്ചരാശിയായിട്ടുള്ള കർക്കിടകത്തിൽ പ്രവേശിക്കുന്നു. ആ പ്രവേശനം ഏകദേശം 50 ദിവസം 50 ദിവസത്തേക്കാണ് കർക്കിടക രാശിയിൽ വേഴം നിലകൊള്ളുന്നത്. അതായത് 6/12/2025, അതായത് ഡിസംബർ മാസം 6-ാം തീയതിയോടുകൂടി വക്രരൂപേണ തിരിച്ച് മിഥുനരാശിയിൽ ചെല്ലുന്നതാണ്. അപ്പോൾ ഒക്ടോബർ 18 മുതൽ നമ്മൾ ദിവസം എണ്ണുകയാണെങ്കിൽ ഏകദേശം 49-50 ദിവസം വരെ ആ കർക്കിടക രാശിയിൽ വേഴം ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്നതാണ്. വേഴത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ വേഴമാറ്റം കൊണ്ട് ഗുണഫലം സിദ്ധിക്കുന്നത് എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഏതെല്ലാം രാശിക്കാർക്ക് ഗുണഫലം സിദ്ധിക്കുന്നില്ല എന്നുകൂടി അതിൽ കാണേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. വീഡിയോ ഈ മാസഫലമൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ദൈർഘ്യം കൂടിപ്പോകുന്നു എന്ന് പറയുന്നുണ്ട്. ആയതിനാൽ പരമാവധി സമയം കുറച്ച് വീഡിയോകൾ ചെയ്യാൻ ഞാൻ നിർബന്ധിതനാകുന്നു. എല്ലാവരും എന്നോട് സഹകരിക്കുക. ആദ്യമായിട്ട് മേടരാശി. മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗമാണ്. നിങ്ങൾക്ക് വേഴം 4-ലോട്ടാണ് പോകുന്നത്. 4 എന്ന് പറയുമ്പോൾ സുഖസ്ഥാനം, വാഹനസ്ഥാനം, മാതൃസ്ഥാനം, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കളുടെ സ്ഥാനം, പിന്നെ നമ്മുടെ ഗ്രഹം, ബെഡ്റൂം, അങ്ങനെയൊക്കെ ഉള്ള സ്ഥാനത്ത് ആണ് വേഴം പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ 4-ലെ വേഴം ഉച്ചനായിട്ട് തന്നെ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 60% ഗുണഫലങ്ങൾ മേടരാശിക്കാർക്ക് സിദ്ധിക്കുന്നതാണ്. വേഴത്തെക്കൊണ്ട് നമുക്ക് നേരത്തെ ഇപ്പോൾ വീട് ഗ്രഹനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ വളരെ കാലം കൊണ്ട് ചിന്തിച്ചിട്ട് നടക്കാതിരുന്ന ആൾക്കാർ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഗ്രഹമാറ്റം സൂചിപ്പിക്കുന്നു. ഗ്രഹനിർമ്മാണമോ ഗ്രഹം മോടി കൂട്ടുന്നതിനോ പിന്നെ അതുപോലെ തന്നെ വാഹന സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളും പിന്നെ യാത്രകൾ, അതുമായിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ തീർത്ഥാടനം എന്ന് വേണ്ട എല്ലാവിധമായ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് ആ വേഴം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം ഉണ്ട് എന്നാണ്. വേഴം മേടരാശിയെ സംബന്ധിച്ച് ഭാഗ്യാധിപനാണ്. ഭാഗ്യത്തിൻ്റെയും 12 നഷ്ടം എന്ന് പറയും.
നഷ്ടം ഉണ്ടാകണം എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ ചുമതലയാണ് പറഞ്ഞത്. ഭാഗ്യസ്ഥാനത്തിൻ്റെയും 12ൻ്റെയും ചുമതല വഹിച്ചുകൊണ്ട് അങ്ങനെ ചുമതലയുള്ളതായ വ്യാഴമാണ് സുഖസ്ഥാനത്ത് സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും താൽക്കാലികമായിട്ടാണെങ്കിലും, അത് പറയാനുള്ള കാരണം ഈ വ്യാഴത്തിൻ്റെ കർക്കിടക രാശിയിലുള്ള നിൽപ്പ് 50 ദിവസമാണ്. അപ്പോൾ താൽക്കാലികമായിട്ടാണെങ്കിലും നമുക്ക് യാദൃശ്യമായിട്ടുള്ള ധനാഗമനം, പിന്നെ സന്താനഭാഗ്യം, പിന്നെ വന്നിട്ട് യാത്രകൾ, പിന്നെ വാഹന ലബ്ധി, ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള ആയിട്ടുള്ള എല്ലാവിധമായ കാര്യങ്ങളും നടക്കും എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ മേടരാശിയെ സംബന്ധിച്ച് നിലവിൽ ഈ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേഴമാറ്റത്തെക്കുറിച്ചാണെങ്കിലും രാശിക്കാർക്ക് ശനിയുടെ ഒരു ബന്ധം കൂടി ഉള്ളതിനാൽ ശനിപ്രീതി കൂടി ചെയ്യേണ്ടതാണ്. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിക്കാർക്ക് വേഴം 3-ലാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ മുക്കാല്, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതി. അപ്പോൾ വേഴം നിങ്ങൾക്ക് 3-ലാണ്. 3-ലാണെങ്കിൽ തന്നെയും ആ വരുന്ന രാശി വേഴത്തിൻ്റെ ഉച്ചരാശി ആയതിനാൽ ദോഷം വരാൻ സാധ്യതയില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വഴിയും നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ മുഖേനയും, പിന്നെ സഹോദരസ്ഥാനികളായിട്ടുള്ള ആൾക്കാർ, സഹോദരി സഹോദരന്മാർ മുഖേനയും ഒക്കെ തന്നെ നമുക്ക് ഗുണഫലം സിദ്ധിക്കുന്നതായിട്ട് വേഴം സൂചിപ്പിക്കുന്നു. എന്നാലും ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇടവരാശിക്കാർക്ക്. അപ്പോൾ വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വ്യാഴാഴ്ചയോ തിങ്കളാഴ്ചയോ ആകാം. ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്ന മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ധനസ്ഥാനത്താണ് വരുന്നത്. ഏറ്റവും അധികം ഗുണഫലങ്ങൾ സിദ്ധിക്കും. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. ധനാഗമനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും നമ്മുടെ വളരെ കാലം കൊണ്ട് ചിന്തിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശരിയായി വരുന്നതായിട്ട്, ഈ ചുരുങ്ങിയ കാലയളവാണെങ്കിൽ തന്നെയും അത് സഫലമായി വരും എന്നാണ് മിഥുനരാശിയെ സംബന്ധിച്ച് കാണുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് ധനപരമായ പുരോഗതി ഉണ്ടാകും. പിന്നെ ഭാഗ്യം കടാക്ഷിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ധനസ്ഥാനത്തുള്ള വേഴം ഉച്ചനായിട്ട് നിന്നുകൊണ്ട് ഭാഗ്യം കടാക്ഷിക്കും, ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലോട്ട് വരുന്നതിന് വേഴപ്രീതി ചെയ്താൽ കാലതാമസം കൂടാതെ തന്നെ നമുക്ക് ഫലം അനുഭവത്തിൽ വരുന്നതാണ്. മഹാവിഷ്ണു പ്രീതി ചെയ്യുക. വ്യാഴാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച 2 ദിവസവും ആകാം. പിന്നെ മറ്റ് മതത്തിലുള്ളവർ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. ഇനി പറയുന്നത് കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം നിങ്ങളുടെ രാശിപ്രകാരം ഭാഗ്യാധിപനായിട്ടുള്ള വേഴം ആ രാശിയിൽ, കർക്കിടക രാശിക്കാർക്ക് അത് ഉച്ചരാശിയാണ്, വേഴത്തിൻ്റെ ഉച്ചരാശിയാണ്. ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത്. ഏത് കാര്യമായിരുന്നാലും, യാത്രയായിരുന്നാലും ശരി, ഗൃഹനിർമ്മാണമായിരുന്നാലും ശരി,
പിന്നെ വാഹന സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളായാലും ശരി, വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം, ഉദ്യോഗലബ്ധി, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള എല്ലാവിധമായ കാര്യങ്ങളും സഫലമായി വരും എന്ന് തന്നെയാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. വേഴം നമുക്ക് പൂർണ്ണമായ ഭാഗ്യാനുഭവങ്ങൾ തരും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഭാഗ്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിക്കൊണ്ട് വ്യാഴാഴ്ച വേഴത്തെ പരിപോഷിപ്പിച്ചാൽ കൂടുതൽ നമുക്ക് കാലതാമസം കൂടാതെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിക്കാർക്ക് വ്യാഴം 12-ൽ മറയും. ക്ഷമിക്കേണ്ട ആവശ്യമില്ല, ഇതൊരു താൽക്കാലികമായ അവസ്ഥയാണ്. 50 ദിവസത്തേക്കുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ ദൈവാനുഗ്രഹം മറഞ്ഞു എന്ന് വിചാരിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം ആദ്യത്തെ കാൽഭാഗമാണ്. അപ്പോൾ ചിങ്ങരാശിക്കാർക്ക് വ്യാഴം 12-ൽ മറയുന്നതുകൊണ്ട് 12 എന്ന് പറയുമ്പോൾ ദൈവാനുഗ്രഹം അല്പം കുറയും, എന്നാൽ ദൂരദേശം സൂചിപ്പിക്കുന്നു. തീർത്ഥാടനം പോലെയുള്ള ശുഭകാര്യങ്ങൾ, അതിലേക്ക് ഉള്ള യാത്ര ഒക്കെ ഉണ്ടാകും എന്നുകൂടി കാണുന്നു. അപ്പോൾ ധനപരമായ കാര്യങ്ങൾ കൂടുതൽ ചിന്തിച്ച് പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ധനനഷ്ടം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ധനനഷ്ടം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പാഴ് ചെലവുകൾ വരാതെ അത് നിയന്ത്രിച്ച് പോകേണ്ടതാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്തിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ വ്യാഴാഴ്ച ചെയ്യുക. ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര പകുതി. നിങ്ങൾക്ക് വ്യാഴം ലാഭസ്ഥാനത്താണ്, അഭിഷ്ടസ്ഥാനമായ 11-ലാണ്. നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ കാലത്ത് നിരാശ അനുഭവത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കാലത്ത് ചെയ്ത പ്രവൃത്തിക്ക് ഫലം വരാതെ ഇരിക്കുന്നവർ അത് ഇപ്പോൾ അത് സഫലമായി വരുന്നതായിട്ട് കാണുന്നു. എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും കന്നിരാശിക്കാർക്ക് ഉണ്ട്. അഭിഷ്ടസ്ഥാനമായ 11-ലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. യാത്ര ഗുണം, എഴുത്ത് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗലബ്ധി, പിന്നെ ഉദ്യോഗം അതിലിരിക്കുന്ന സർവീസിലിരിക്കുന്ന ആൾക്കാർക്ക് പ്രമോഷൻ പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ രാഷ്ട്രീയക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് ഉന്നമനം ഉണ്ടാകുന്നതായിട്ടും ഒക്കെ കാണുന്നു. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആൾക്കാർക്കും കന്നിരാശിയെ സംബന്ധിച്ച് അഭിഷ്ടസ്ഥാനമായ 11-ൽ വ്യാഴം നിന്നുകൊണ്ട് ഭാഗ്യാനുഭവങ്ങൾ നൽകും എന്ന് തന്നെയാണ് കാണുന്നത്. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല്. നിങ്ങൾക്ക് വ്യാഴം കർമ്മസ്ഥാനത്താണ് വരുന്നത്. അതൊരു ദോഷമല്ല. കർമ്മസ്ഥാനം, അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രവൃത്തി മണ്ഡലങ്ങൾ ഒന്നുകൂടി പുരോഗമനം ഉണ്ടാക്കണം എന്നുള്ള ചിന്താഗതി നമുക്ക് വരാനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ഏത് മേഖലയായിരുന്നാലും നമ്മുടെ കർമ്മത്തിൽ എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നേരെയാക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് ആണ് ഇതിനെ കാണാനുള്ളത്. അത് നല്ല തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗമനം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് മാറാനും സാധിക്കും. നല്ലതിന് വേണ്ടിയുള്ള മാറ്റം ആയിരിക്കും.
അപ്പോൾ തൊഴിൽപരമായ മാറ്റം, പിന്നെ ഉദ്യോഗാർത്ഥികൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ പുരോഗമനം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് വിജയം കാണുന്നു. ഇനി പറയുന്ന വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം 9 ഭാഗ്യസ്ഥാനം. പിതൃസ്ഥാനം അങ്ങനെയുള്ളതായ നല്ലൊരു സ്ഥാനമാണ് 9. അപ്പോൾ അവിടെ നിന്നിട്ട് നിങ്ങളുടെ രാശിയിലോട്ട് വേഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമായിരുന്നാലും അതല്ലെങ്കിൽ അവരുടെ ആയിട്ടാണെങ്കിലും അവർക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയിരുന്നാലും വിവാഹാദി കാര്യങ്ങളായാലും തന്നെ അതെല്ലാം തന്നെ ശരിയായി വരുന്നുണ്ട്. പിന്നെ തീർത്ഥാടനം പോലെയുള്ള കാര്യങ്ങൾ, യാത്രകൾ, പിന്നെ ക്രയവിക്രയങ്ങൾ, ഇതൊക്കെ തന്നെ. പിന്നെ പിതൃധനം ലഭിക്കാനുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ശുഭമായി വരുന്നതായിട്ട് വൃശ്ചിക രാശിയെ സംബന്ധിച്ച് കാണുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരുന്നതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതി ചെയ്യുക. മറ്റ് മതത്തിലുള്ള ആൾക്കാർ വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. എല്ലാം ശുഭകരമായി തന്നെ വരുന്നതാണ്. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് വേഴത്തിൻ്റെ മാറ്റം അത്രത്തോളം ശുഭകരമല്ല. വേഴം അഷ്ടമത്തിലാണെങ്കിലും വേഴത്തിൻ്റെ ഉച്ചരാശി ആയതിനാൽ ദോഷം വരാനില്ല. ചില സൂചനകൾ നമ്മൾ ചെയ്തു വന്നിട്ടുള്ള കർമ്മങ്ങൾ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകുന്നതിനും ഈ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. തൊഴിൽ സംബന്ധമായിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അഷ്ടമത്തിൽ വേഴം സഞ്ചരിച്ചിട്ട് നമ്മുടെ പ്രവൃത്തി സ്ഥാനത്തോട്ടുള്ള ദൃഷ്ടി അതാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പ്രവൃത്തിയിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പോകാനുള്ള, അല്ലെങ്കിൽ അത് തിരുത്തി പോകാനുള്ള ഒരു സമയമായി ഇതിനെ കാണുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനായിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. എന്നാലും ഒരു കരുതൽ വേണം എന്നുകൂടി ആ വേഴം സൂചിപ്പിക്കുന്നു. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴമാണ് 7 നിവൃത്തിസ്ഥാനത്ത് വരുന്നു. നിവൃത്തിസ്ഥാനം, വാഹനസ്ഥാനം, യാത്രാസ്ഥാനം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, ഇണയുടെ സ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥാനത്താണ് വേഴം വരുന്നത്. അപ്പോൾ അതൊരു ശുഭ അവസ്ഥ തന്നെയാണ്. ഏത് കാര്യങ്ങളായിരുന്നാലും നമ്മൾ നേരത്തെ പ്രവർത്തിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ചിട്ട് ശരിയാകാതെ വന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെ സഫലമാക്കുന്നതിനാണ് വേഴം നിങ്ങൾക്ക് നിവൃത്തി സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ പരിശ്രമം നന്നായിട്ട് ഉണ്ടെങ്കിൽ അതിനെല്ലാം തന്നെ ഭാഗ്യ അനുഭവങ്ങളാക്കി അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹ സാഫല്യമാക്കി മാറ്റാനായിട്ട് മകരരാശിക്കാർക്ക് കഴിയുന്നതാണ്. അപ്പോൾ അതിനായിട്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ മറ്റ് മതത്തിലുള്ളവർ വിശേഷ പ്രാർത്ഥന നടത്തുക. ഓരോ മതത്തിലും അവരവരുടെ ആചാരപ്രകാരമുള്ള പ്രാർത്ഥനകൾ അനിവാര്യം. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി 3/4 ഭാഗം. നിങ്ങൾക്ക് വേഴം 6-ൽ മറഞ്ഞു. ഭയക്കേണ്ട ആവശ്യമില്ല. 6-ാം ഭാവം എന്ന് പറയുമ്പോൾ ആ ഭാവത്തിൻ്റെ ജ്യോതിഷ നിയമപ്രകാരം ഭാവം പറയുന്നത് രോഗം,
ശത്രു, കടം, ദുരിതം എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഈ രണ്ടാം ഭാവം, അതായത് നിങ്ങളുടെ രണ്ടാം ഭാവാധിപനും അവിഷ്ടസ്ഥാനമായ 11ാം ഭാവത്തിൻ്റെയും ചുമതലയുള്ള ആ വ്യാഴം 6ൽ ഉച്ചനായിട്ട് വരുന്നു. അപ്പോൾ രോഗം വന്ന് കിടക്കണം എന്നുള്ളതല്ല. ഇനി എന്തെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടായിരുന്നവർക്ക് അതിന് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുകയും ആ രോഗത്തിൽ നിന്ന് മുക്തി നേടുന്നതിനുമായിട്ട് ഈ വ്യാഴഗ്രഹം സഹായിക്കുന്നതാണ്. അപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഇതുവരെ ഈ രോഗങ്ങളുണ്ടായിട്ട് മതിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടാതിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. ഇനി മറ്റുള്ള കാര്യങ്ങൾ പിന്നെ ധനപരമായ കാര്യങ്ങൾ ആലോചിച്ച് വേണം ഓരോന്നും ചെയ്യാൻ. 6ൻ്റെ അവസ്ഥ കൊണ്ട് അത് ശ്രദ്ധിക്കണം, ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുകൂടി പറയുന്നു. അപ്പോൾ കുംഭരാശി സംബന്ധിച്ച് ഒരു 40% വരെ അനുകൂലമാകാൻ, വ്യാഴം 6ലാണെങ്കിൽ കൂടിയും അനുകൂലമാകാൻ സാധ്യതയുണ്ട്. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് 5ലാണ് വ്യാഴം. 5 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനുമായിട്ടുള്ള 10ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം 5ാം ഭാവത്തിൽ ഉച്ചനായി നിൽക്കുന്നു. നമ്മൾ വളരെ കാലം കൊണ്ട് ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിരാശയായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുന്നതിനായിക്കൊണ്ടാണ് വ്യാഴം 5ൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നേരത്തെ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇനി നടക്കത്തില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എഴുതിത്തള്ളിയ കാര്യങ്ങൾ തന്നെ അതൊക്കെ തന്നെ നേരെയായി വരുന്നതായിട്ട് കാണുന്നു. അതിനുള്ള ദൈവാനുഗ്രഹം, അതിനുള്ള സമയം ആയിട്ടുണ്ട് എന്നാണ് വ്യാഴം സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇനി അതിനു വേണ്ടി ഏതെങ്കിലും കാര്യങ്ങൾ നമുക്ക് കിട്ടാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടത്തിയെടുക്കാനുണ്ടെങ്കിൽ അത് പലതും ആവാം. ഭൗതികമായിട്ടുള്ള എല്ലാ വിവാഹാദി കാര്യങ്ങളായാലും ശരി, ഈ സന്താനങ്ങളില്ലാതിരുന്ന ദമ്പതിമാർക്ക് സന്താനഭാഗ്യമായാലും ശരി, പിന്നെ യാത്രയുമായി വളരെ കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത് നടക്കാതിരുന്ന ആൾക്കാർക്ക് ആ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ യാത്ര, പിന്നെ ഗൃഹനിർമ്മാണം, അങ്ങനെയുള്ള എല്ലാവിധമായ മംഗളകരമായ കാര്യങ്ങളും നടക്കും എന്ന് തന്നെ ഈ മീനരാശിക്കാർക്ക് കാണുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ തന്നെ ചില രാശിക്കാർക്ക് മോശം ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും അവർക്ക് ആ മോശം ഫലം പറഞ്ഞ ആൾക്കാർക്ക് അവർക്ക് ഇപ്പോഴുള്ള ഓരോരുത്തർക്കും പ്രായഭേദമന്യേ ഓരോരുത്തർക്കും നടക്കുന്ന ദശ, അപഹാരം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങളുണ്ടാവാം. അപ്പം മോശം ഫലം പറഞ്ഞ ആൾക്കാർക്ക് അവർക്ക് ഇപ്പോൾ ദശയോ അപഹാരമോ ഒക്കെ നല്ലതാണെങ്കിൽ ഇതിൽ ദോഷഫലം കൂടുതൽ വരാനില്ല. എന്നാലും ഈ ചാരവശാലുള്ള വ്യാഴമാറ്റം അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോൾ ഉദാഹരണം നല്ല ദശയാണ് നടക്കുന്നത്, ഈ വ്യാഴം നെഗറ്റീവ്, അതായത് 6, 8, 12 കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഇരിക്കട്ടെ ഉദാഹരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ദശയാണ് നടക്കുന്നതെങ്കിൽ ഇത് കൂടുതൽ ദോഷം ചെയ്യത്തില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നല്ല അപഹാരങ്ങൾ നടക്കുന്നവർക്കും, ദോഷം പറഞ്ഞ ആൾക്കാർക്ക് ഈ നല്ല അപഹാരമാണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ദോഷം പറഞ്ഞ ആൾക്കാർക്ക് ദോഷകാഠിന്യം കുറയും. അപ്പോൾ ഈ 12 രാശിയിൽപ്പെട്ട എല്ലാവരുടെയും ഈ വ്യാഴമാറ്റത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജാതകം പരിശോധിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ വിളിക്കാവുന്നതാണ്.
എല്ലാവർക്കും നല്ല ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് തന്നെ ഞാൻ മഹാഗുരുവിൻ്റെ പേരിൽ ഞാൻ എൻ്റെയും പേരിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.